ലോകത്തിലെ ഏറ്റവും വലിയ വിമാനവാഹിനി കപ്പലായ USS ജെറാൾഡ് ആർ ഫോർഡിൽ തീപിടുത്തമുണ്ടായി. 2 നാവികർക്ക് പരിക്കേറ്റതായാണ് റിപ്പോർട്ടുകൾ. ഇറാനെതിരെയുള്ള യുദ്ധത്തിന്റെ ഭാഗമായി ഈ കപ്പൽ ഇപ്പോൾ നിലകൊള്ളുന്നത് ചെങ്കടലിൽ ഇസ്രയേലിന്റെ തീരത്താണ്. എന്നാൽ കപ്പലിലെ ഈ തീപിടുത്തത്തിന് യുദ്ധവുമായി ബന്ധമില്ലെന്നും നിയന്ത്രണ വിധേയമാക്കിയെന്നും US സെൻട്രൽ കമാൻഡ് അറിയിച്ചു. വ്യാഴാഴ്ച USSR ജെറാൾഡ് ആർ ഫോർഡ് കപ്പലിന്റെ ലോണ്ടറി ഭാഗത്താണ് തീ പടർന്നത്. തീപിടുത്തത്തിന് യുദ്ധവുമായി ബന്ധമില്ല. കപ്പലിന്റെ പ്രൊപ്പൽഷൻ സംവിധാനത്തിന് കേടുപാടുകൾ ഒന്നും സംഭവിച്ചിട്ടില്ല. വിമാനവാഹിനി കപ്പൽ പൂർണ്ണ പ്രവർത്തന സജ്ജമാണ്. 2 നാവികർക്ക് നിസ്സാര പരിക്കേറ്റു എന്നാണ് US സെൻട്രൽ കമാൻഡ് എക്സിൽ അറിയിച്ചത്. ഫോർഡും അതിന്റെ 3 അകമ്പടി കപ്പലുകളും കഴിഞ്ഞ ആഴ്ചയാണ് സൂയസ് കനാൽ കടന്ന് ചെങ്കടലിലേക്ക് എത്തിയത്. ഇറാനെതിരായ അമേരിക്കൻ ഇസ്രായേൽ സംയുക്ത ഓപ്പറേഷൻ എപ്പിക് ഫ്യൂറിയിൽ പങ്കെടുക്കാനാണ് ഈ കപ്പൽ ചെങ്കടലിലേക്ക് എത്തിയത്. അതേസമയം ഹോർമുസ് കടലിടുക്ക് കടക്കാൻ കപ്പലുകൾക്ക് സുരക്ഷ ഒരുക്കുമെന്ന പ്രഖ്യാപനത്തിൽ നിന്നും അമേരിക്ക പിന്മാറുകയാണ്. നിലവിൽ ഹോർമുസ് കടലിടുക്കിൽ എണ്ണ ടാങ്കറുകൾക്ക് അകമ്പടി നൽകാൻ അമേരിക്കൻ നാവികസേന സജ്ജമല്ലെന്ന് ഊർജ്ജ സെക്രട്ടറി ക്രിസ് റൈറ്റ് പറയുന്നു. ഉടൻ തന്നെ അത് സംഭവിക്കും, പക്ഷേ ഇപ്പോൾ സാധ്യമല്ല എന്നാണ് CNBC ചാനലിന് നൽകിയ അഭിമുഖത്തിൽ അദ്ദേഹം പറഞ്ഞത്. ഇപ്പോൾ ഇറാന്റെ ആക്രമണശേഷിയും അതിന് ആവശ്യമായ സൈനിക ഉൽപാദന വ്യവസായവും നശിപ്പിക്കുന്നതിലാണ് അമേരിക്കൻ സേന ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. ഈ മാസം അവസാനത്തോടെ ടാങ്കറുകൾക്ക് അകമ്പടി നൽകാൻ അമേരിക്കൻ നേവി സജ്ജമാകുമെന്നും റൈറ്റ് അറിയിച്ചു. കഴിഞ്ഞ ദിവസം റൈറ്റിന്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ടിൽ അമേരിക്കൻ നാവികസേന ഒരു ടാങ്കറിനെ കടലിടുക്കിലൂടെ അകമ്പടി നൽകിയെന്ന് അവകാശപ്പെടുന്ന ഒരു പോസ്റ്റ് പ്രത്യക്ഷപ്പെട്ടിരുന്നു. അത് നിഷേധിച്ച് ഇറാൻ രംഗത്ത് വന്നതിന് പിന്നാലെ ആ പോസ്റ്റ് പിൻവലിക്കുകയും ചെയ്തു. ഫെബ്രുവരി 14 ഇറാനുമേലുള്ള സമ്മർദ്ദം ശക്തമാക്കാനായി ഡൊണാൾഡ് ട്രംപ് പശ്ചിമേഷ്യ ലക്ഷ്യമാക്കി 2ാമത്തെ പടക്കപ്പൽ അയച്ചത്. എബ്രഹാം ലിങ്കൺ പടക്കപ്പലിന് പിന്നാലെ ജെറാൾഡ് ഫോർഡ് കൂടി മേഖലയിൽ എത്തിയതിന് പിന്നാലെയാണ് പരമോന്നത നേതാവ് അയത്തുള്ള അലി ഖമനേയുടെ അടക്കം വധിച്ച ഇറാനെതിരായ യുദ്ധം ആരംഭിക്കുന്നത്. നേരത്തെ വെനസ്വേലയുടെ പ്രസിഡന്റ് നിക്കോളാസ് മഡുറോയെ പിടികൂടിയ ദൗത്യത്തിന്റെ ഭാഗമായിരുന്ന അതേ കപ്പലാണ് ജെറാൾഡ് ആർ ഫോർഡ്. അതിനിടെ ഇന്നലെ അമേരിക്കയിലെ മിഷിഗണിൽ ഒരു ജൂത ദേവാലയത്തിന് നേരെ സ്ഫോടക വസ്തുക്കളുള്ള വാഹനം ഇടിച്ചു കയറ്റി ആക്രമണം നടത്തിയിരുന്നു. പ്രതിയെ സുരക്ഷാ ഉദ്യോഗസ്ഥൻ സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ വെടിവെച്ച് കൊലപ്പെടുത്തുകയും ചെയ്തു. സിനഗോഗിലെ പ്രൈമറി സ്കൂളിൽ 140ഓളം കുട്ടികൾ ക്ലാസ്സിൽ ഉണ്ടായിരുന്ന സമയത്തായിരുന്നു ഈ ആക്രമണം ഉണ്ടായത്. ആക്രമണത്തിൽ ആർക്കും ഗുരുതരമായി പരിക്കേറ്റിട്ടില്ലെന്നും എല്ലാവരും സുരക്ഷിതരാണെന്നും അധികൃതർ പറയുന്നു. ഇന്നലെ ഉച്ചയ്ക്ക് 12 മണിയോടെയാണ് ആക്രമണം നടന്നത്. മുൻവശത്തെ പ്രവേശന കവാടത്തിലൂടെയാണ് അക്രമി വാഹനം സിനഗോഗിലേക്ക് ഓടിച്ചു കയറ്റിയത്. ജൂതർക്ക് നേരെയുള്ള കരുതിക്കൂട്ടിയുള്ള ആക്രമണമാണ് നടന്നതെന്ന് FBI പറയുന്നു. ഒരാൾ മാത്രമാണ് ആ വാഹനത്തിൽ ഉണ്ടായിരുന്നത്. ഇടിച്ചു കയറ്റിയ വാഹനവും അയാളുടെ പേരിൽ തന്നെയാണ്. കൊല്ലപ്പെട്ട പ്രതി മിഷിഗണിൽ താമസിക്കുന്ന ഒരു ലെബനോൺ പൗരനാണെന്നാണ് സൂചനകൾ. ലെബനോണിൽ ഇസ്രായേൽ നടത്തിയ വ്യോമ ആക്രമണത്തിൽ ഇയാളുടെ കുടുംബാംഗങ്ങൾ കൊല്ലപ്പെട്ടതായുള്ള വിവരങ്ങളും വരുന്നുണ്ട്. അതിന് പ്രതികാരമായാണ് സിനഗോഗ് ആക്രമണം എന്നാണ് കരുതപ്പെടുന്നത്. അതിനിടെ പടിഞ്ഞാറൻ ഇറാഖിൽ അമേരിക്കൻ വ്യോമസേനയുടെ ഇന്ധനം നിറയ്ക്കുന്ന വിമാനമായ KC-135 തകർന്നു വീണു. വ്യാഴാഴ്ചയാണ് സംഭവം നടന്നതെന്ന് US സെൻട്രൽ കമാൻഡ് സ്ഥിരീകരിച്ചിട്ടുണ്ട്. വിമാനം തകർന്നത് ശത്രുക്കളുടെ വെടിയേറ്റോ അബദ്ധത്തിൽ സ്വന്തം സേനയുടെ വെടിയേറ്റോ അല്ലെന്നാണ് സൈനിക പ്രസ്താവനയിൽ പറയുന്നത്. ദൗത്യത്തിൽ പങ്കെടുത്ത 2ാമത്തെ വിമാനം സുരക്ഷിതമായി ലാൻഡ് ചെയ്തിട്ടുണ്ട്. മിഡിൽ ഈസ്റ്റിൽ യുദ്ധം ആരംഭിച്ചതിന് ശേഷം അമേരിക്കയ്ക്ക് നഷ്ടമാകുന്ന 4ാമത്തെ സൈനിക വിമാനമാണിത്.